വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പപ്പക്കായ വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ പപ്പക്കായ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് നേരിയതായിട്ട്. അത് ഞാൻ ഒന്ന് വാട്ടി 2-3 മിനിറ്റ് അത് ഉപ്പിട്ട് അത് വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിൻ്റെ അത് ഞാൻ വാട്ടി വെച്ച പപ്പക്കായ ഇതിലിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 2-3 മിനിറ്റ് വെള്ളത്തിൽ വേവിച്ചാൽ മതിയിട്ടത് ആദ്യം. അപ്പോഴേക്കും നേരിയതായിട്ട് അരിഞ്ഞ കാരണം വേഗം അത് വെന്തു. നമ്മളത് പാത്രത്തിൽ എടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്നുള്ളി ഇടണം. ചുവന്നുള്ളി കുറച്ചിടാം. വേപ്പില, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, കുറച്ച് കായത്തിൻ്റെ പൊടി ഇടണം. കുറച്ച് മതി, ഒരു 1/2 സ്പൂൺ. ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി ഉണ്ട്. കുറച്ച് നാളികേരം. ഞാനിപ്പോൾ കുറച്ച് പപ്പക്കായ എടുത്തിട്ടുള്ള കാരണം ഒരു 1/2 മുറിയുടെ പകുതി എടുത്തിട്ടുള്ള. അതുപോലെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 1/2 സ്പൂൺ ജീരകം. ഇത് നമുക്ക് അത് മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഞാൻ അത് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി. അതിൽ ഞാൻ നാളികേരം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നാളികേരം, ചുവന്നുള്ളി, 2 പച്ചമുളകും, പിന്നെ കുറച്ച് ജീരകവും അത് ഞാൻ അതിൽ വയ്ക്കണം. കുറച്ച് വെള്ളത്തിൽ അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് കുറച്ച് തൈര് എടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് പപ്പക്കായ എടുത്ത കാരണം കുറച്ച് എടുത്തിട്ടുള്ള തൈര് അത് നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി മിക്സിയിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വീത്തണം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് തൈര് മാറ്റാം കേട്ടോ. തൈര് ഇപ്പോൾ കുറച്ച് പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചധികം തൈര് വീത്താം. അതുപോലെ നമ്മൾ നേരത്തെ ആക്കി വെച്ച പപ്പക്കായ ഇതിലിടാം. ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് ലേശം കുറവാ, ഉപ്പിടട്ടെ. നമ്മൾ ഉപ്പിട്ടിട്ടാണ് പപ്പക്കായ വേവിച്ചത്. എന്നാലിപ്പോൾ ഈ തൈരും നാളികേരമൊക്കെ വീത്തിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായി. അങ്ങനെ നമ്മുടെ പപ്പക്കായ വെച്ചിട്ടുള്ള മോരുകറി തയ്യാറായി. അപ്പോൾ നമ്മുടെ പപ്പക്കായ വെച്ചിട്ടുള്ള മോരുകറി തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ പപ്പക്കായൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് വേഗം ഒരു കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.